വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡീവൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം അടിമ, ഗിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി വംശങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ, അതായത് ഡൽഹി സുൽത്താനേറ്റിന്റെ തുടക്കം നമ്മൾ പറയുണ്ടായി. അപ്പൊ ഇന്ന് നമ്മൾ ആ ഗിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി വംശങ്ങൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതുന്ന കുട്ടികൾക്ക്. അതായത് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എസ് ഐ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഇപ്പൊ LDC ലെവലിലുള്ള എക്സാമുകൾ എഴുതുന്നവർക്കാണെങ്കിലും ഒക്കെ തന്നെ മെഡീവൽ ഇന്ത്യ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ SCERT വന്നിട്ടുള്ള ടോപ്പിക്കുകൾ, അതിൽ നിന്നുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള കാര്യങ്ങൾ വരെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക്. ഗിൽജി വംശത്തെ കുറിച്ചാ പറയണേ. അടിമവംശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി അല്ലെ. 1290 മുതൽ 1320 വരെ, 1290 മുതൽ 1320 വരെ ഡൽഹി ഭരിച്ചത് ഗിൽജി വംശമാണ്. ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ച വംശം ഏതാണ്? ഗിൽജി വംശമാണ്. ഈ അടിമ, ഗിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി എന്ന് പറയുന്ന 5 വംശങ്ങൾ, ഡൽഹി സുൽത്താനേറ്റിലെ 5 വംശങ്ങളിൽ വളരെ കുറച്ചു മാത്രം ഭരിച്ച വംശം ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? നമ്മള് ഗിൽജി വംശമാണ് പറയാ. ഈ ഗിൽജി വംശം സ്ഥാപിച്ചത് ആരാണ്? ജലാലുദ്ദീൻ ഗിൽജി എന്ന് പറയുന്ന ആളാണ്. എന്താണ്? ജലാലുദ്ദീൻ ഗിൽജി. അദ്ദേഹമാണ് ഗിൽജി വംശം സ്ഥാപിക്കണേ. ഗിൽജി വംശത്തിലെ സ്ഥാപകനായ ഈ ജലാലുദ്ദീൻ ഗിൽജി ആദ്യം അറിയപ്പെട്ടിരുന്നത് മാലിക് ഫിറോസ് എന്ന പേരിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം എന്താണ്? മാലിക് ഫിറോസ് എന്നാണ് കേട്ടോ. ഇനി ഗിൽജി വംശത്തിലെ ജലാലുദ്ദീൻ ഗിൽജിയെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഗിൽജി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പറയും അലാവുദ്ദീൻ ഗിൽജിയാണ്. ആരാണ്? അലാവുദ്ദീൻ ഗിൽജി. അദ്ദേഹമാണ് ഗിൽജി വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി. അപ്പൊ നമ്മള് ജലാലുദ്ദീൻ ഗിൽജിയുടെ ശരിയായിട്ടുള്ള പേര് മാലിക് ഫിറോസ് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ അലാവുദ്ദീൻ ഗിൽജിയുടെ ശരിയായിട്ടുള്ള നാമം എന്താണ്? എന്താണ് ഒറിജിനൽ നെയിം അലാവുദ്ദീൻ ഗിൽജിയുടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം അലി ഗുർഷപ്പ് എന്നാണ്. എന്താണ്? അലി ഗുർഷപ്പ്. അലി ഗുർഷപ്പ് എന്നാണ് ആരുടെ ശരിക്കുള്ള പേര്? ഗിൽജി വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള രാജാവായ അലാവുദ്ദീൻ ഗിൽജിയുടെ പേര്, ഒറിജിനൽ പേര്. ഇനി ഇദ്ദേഹം ഈ അലി ഗുർഷപ്പ് ചോദിച്ചിട്ടില്ല, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പറയട്ടെ ഞാൻ. PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പൊ മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ അലാവുദ്ദീൻ ഗിൽജിയാണ്. സെക്കൻഡ് അലക്സാണ്ടർ എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ്? അലാവുദ്ദീൻ ഗിൽജിയാണ്. അലാവുദ്ദീൻ ഗിൽജിയുടെ ശരിയായ പേര് എന്ന് പറയുന്നത് അലി ഗുർഷപ്പ് എന്നാണ്. ഗിൽജി വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള രാജാവാണ്. മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്ന ആളാണ്. രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്നതും അലാവുദ്ദീൻ ഗിൽജിയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC ചോദിച്ച വേറൊരു ചോദ്യം, ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യ ഡൽഹി സുൽത്താൻ ആരാണ്? അപ്പൊ ഇദ്ദേഹത്തിന് മുമ്പുള്ള ആൾക്കാരൊന്നും അതിന് മുതിർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യ ആക്രമിച്ചത് ആരാണ്? അലാവുദ്ദീൻ ഗിൽജിയാണ് കേട്ടോ. ഇനി അലാവുദ്ദീൻ ഗിൽജിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സൈന്യമൊക്കെ ഉണ്ട്. ആ സൈന്യത്തിലേക്ക് വരാം. ആ സൈന്യത്തിന് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈന്യാധിപനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തനായിട്ടുള്ള സൈന്യാധിപനാണ് മാലിക് കഫൂർ എന്ന് പറയുന്ന ആള്. ആരാണ്? മാലിക് കഫൂർ. അപ്പൊ ഈ മാലിക് കഫൂറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അലാവുദ്ദീൻ ഗിൽജി ആരെ ആക്രമിച്ചത്? ദക്ഷിണേന്ത്യയെ ആക്രമിച്ചത്. ഇനി വേറൊരു രസകരമായിട്ടുള്ള കാര്യം, ഈ മാലിക് കഫൂർ തന്നെ വിഷം കൊടുത്തിട്ടാണ് അലാവുദ്ദീൻ ഗിൽജി മരിച്ചതൊന്നും ഓർക്കണം. അപ്പോ അലാവുദ്ദീൻ ഗിൽജിക്ക് വിഷം നൽകി വധിച്ച അദ്ദേഹത്തിന്റെ സൈനാധിപൻ കൂടിയാണ് മാലിക് കഫൂർ കേട്ടോ. ഇനി അടുത്തത്, ഈ മാലിക് കഫൂർ സൗത്ത് ഇന്ത്യ അലാവുദ്ദീൻ ഗിൽജിയുടെ കൂടെ ആക്രമിക്കാനായിട്ട്, സൗത്ത് ഇന്ത്യ ആക്രമിക്കാൻ നേതൃത്വം നൽകി. അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ദേവഗിരി എന്ന് പറയുന്ന ഒരു പ്രദേശം കീഴടക്കുകയും ചെയ്തു. അപ്പൊ മാലിക് കഫൂറിന്റെ നേതൃത്വത്തിൽ അലാവുദ്ദീൻ ഗിൽജി കീഴടക്കിയ ഒരു ആദ്യത്തെ തെക്കേ ഇന്ത്യൻ പ്രദേശം ദേവഗിരിയാണ് കേട്ടോ. ഇനി അലാവുദ്ദീൻ ഗിൽജി നമ്മുടെ ഇവിടെ ഡൽഹി ഭരിച്ചപ്പോ കുറേയധികം ഭരണ പരിഷ്കാരങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. PSC എപ്പോഴും ചോദിക്കാറില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നത് ആരെന്നാണ്. അപ്പൊ കമ്പോള പരിഷ്കരണം, ഇപ്പൊ നമുക്കറിയാം കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം ഉണ്ടായിരുന്നത് ഇന്ന് കാലത്തില്ല എന്നല്ല, അന്നും ഉണ്ടായിരുന്നു. അപ്പൊ കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നു അലാവുദ്ദീൻ ഗിൽജി. വില നിയന്ത്രണം കൊണ്ടുവന്നു അദ്ദേഹം. തപാൽ സംവിധാനം കൊണ്ടുവന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ഭരണ പരിഷ്കാരങ്ങളാണ്. ഇനി കമ്പോള നടപടികളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള SCERT ബുക്കിൽ ഒരു കാര്യം അറിയോ നിങ്ങൾക്ക്? കമ്പോള
നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി അലാവുദ്ദീൻ ഖിൽജി ഒരു ഡിപ്പാർട്ട്മെന്റും ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹം നിയമിക്കുകയുണ്ടായി. അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. കമ്പോള നടപടികൾ നിയന്ത്രിക്കാൻ അലാവുദ്ദീൻ ഖിൽജി നിയമിച്ച ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ഷഹ്നയാണ്. ആരാണ്? ഷഹ്ന. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ദിവാനി റിയാസത്ത് എന്നാണ്. ഇതൊക്കെ SCERT ബുക്കുകളിലുള്ളതാണ്, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കമ്പോള നടപടികൾ നിയന്ത്രിക്കാൻ അലാവുദ്ദീൻ ഖിൽജി നിയമിച്ച ഉദ്യോഗസ്ഥന്റെ പേര് ഷഹ്ന എന്നും അദ്ദേഹം അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ദിവാൻ ഇ റിയാസത്ത് എന്നുമാണ്. ദിവാൻ ഇ റിയാസത്ത് എന്നുമാണ്. ക്ലിയർ ആയല്ലോ? ഇനി അലാവുദ്ദീൻ ഖിൽജി കമ്പോളം നിയന്ത്രണം കൊണ്ടുവന്നു, അതിനു വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു, അതിനെ നിയന്ത്രിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നു. കൂടാതെ അലാവുദ്ദീൻ ഖിൽജിയുടെ കച്ചവട കേന്ദ്രങ്ങൾക്ക് വിളിച്ചിരുന്നത് സൊറായ് ഇ ആദിൽ എന്നാണ്. സൊറായ് ഇ ആദിൽ. ഇതൊക്കെ SCERT ബുക്കുകളിൽ ഉള്ളതാണ് കേട്ടോ. അലാവുദ്ദീൻ ഖിൽജിയുടെ കച്ചവട കേന്ദ്രം സൊറായ് ഇ ആദിലാണ്. അതിനെ നീതിയുടെ സ്ഥലം എന്ന് വിളിക്കുന്നു. അതായത് സൊറായ് ഇ ആദിന്റെ മലയാളമാണ് എന്ത്? നീതിയുടെ സ്ഥലം. ഇനി ഇതിനു മുമ്പുള്ള സുൽത്താൻമാരൊന്നും തന്നെ സ്ഥിരമായിട്ടൊരു ആർമിയെ രാജ്യത്ത് നിലനിർത്തിയിരുന്നില്ല. എന്നാൽ സ്റ്റാൻഡിംഗ് ആർമിയെ, ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തിയ ആദ്യ ഭരണാധികാരി, ഡൽഹി ഭരണാധികാരി കൂടിയാണ്. അല്ലെങ്കിൽ ആദ്യ ഭരണാധികാരി ആര്, അല്ലെങ്കിൽ ആദ്യ ഡൽഹി സുൽത്താൻ ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ പേര് നമ്മൾ പറയണം. ഇനി ഈ സൈന്യവുമായി ബന്ധപ്പെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാണ്ട്, ഈ സൈന്യവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ നമ്മുടെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ സിസ്റ്റത്തിന്റെ പേര് ജാഗൃദാരി സമ്പ്രദായം അല്ലെങ്കിൽ ജാഗിർദാരി സമ്പ്രദായം എന്നൊക്കെ നമ്മൾ ബുക്കുകളിൽ കാണാം. ഇതും SCERT ബുക്കുകളിലുണ്ട്. ജാഗിർദാരി അല്ലെങ്കിൽ ജാഗൃദാരി സമ്പ്രദായം. എന്താ സംഭവം? അതായത് നമ്മുടെ രാജ്യത്ത് സൈനികർ ഉണ്ടാവുമല്ലോ, ആ സൈനികർക്ക് ശമ്പളം കൊടുക്കില്ല, പകരം എന്താണ് കൊടുത്തിരുന്നത്? ഭൂമിയാണ് കൊടുത്തിരുന്നത്. ആ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ജാഗൃദാരി സമ്പ്രദായം എന്ന് പറഞ്ഞ. എന്നാൽ എന്താ അവിടെ പറയണേ? അലാവുദ്ദീൻ ഖിൽജി ആ ജാഗൃദാരി സമ്പ്രദായം നിർത്തലാക്കി പണമായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് തുടങ്ങി. ആർക്ക്? സൈന്യത്തിൽ. അപ്പോ സൈന്യം സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡിംഗ് ആർമിയെ നിയമിച്ചു അല്ലെ. അതിനൊരു സർവ്വ സൈന്യാധിപനായിട്ട് മാലിക് കഫൂറിനെ നിയമിച്ചു. സൈന്യാധിപന്മാർക്കെല്ലാം സൈന്യത്തിലെ എന്താ പറയാ ഭടന്മാർക്കെല്ലാം തന്നെ അദ്ദേഹം ജാഗൃദാരി സിസ്റ്റം മാറ്റിയിട്ട് എന്ത് കൊടുക്കാൻ തുടങ്ങി? പൈസയുടെ രൂപത്തിൽ ശമ്പളം കൊടുക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഇദ്ദേഹം കുത്തബ് മീനാറിന്റെ കവാടമായ അലൈ ദർവാസ നിർമ്മിച്ചു. കണ്ടോ? അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയാണ് കുത്തബ് മീനാറിന്റെ കവാടമായി എന്ത് നിർമ്മിച്ചത്? അലൈ ദർവാസ നിർമ്മിച്ചത്. ഇനി സിരി പട്ടണം അല്ലെങ്കിൽ സിരി കോട്ട, അത് ഡൽഹിയിലാണ് കേട്ടോ. സിരി പട്ടണം, സിരി കോട്ട ഇതൊക്കെ നിർമ്മിച്ച പ്രശസ്തനായിട്ടുള്ള ഡൽഹി സുൽത്താൻ ആര് അല്ലെങ്കിൽ ഡൽഹി ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? അലാവുദ്ദീൻ ഖിൽജിയുടെ പേര് പറയും. ഇനി ഈ ഡൽഹി സുൽത്താൻമാർ ഓരോരുത്തർ ഭരിക്കുമ്പോഴും അവരുടെ ഒക്കെ സദസ്സിലുണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് അമീർ ഖുസ്രു. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്സിലും ആരുണ്ടായിരുന്നു എന്ന് ഓർക്കണം? അമീർ ഖുസ്രു ഉണ്ടായിരുന്നു നോക്കണം. ഇനി അടുത്തത് ഖിൽജി വംശത്തിലെ ലാസ്റ്റത്തെ രാജാവ്, അവസാനത്തെ രാജാവ് മുബാറക് ഷായാണ്. ആരാണ്? മുബാറക് ഷായാണ് അവസാന രാജാവ്. ഇനി അപ്പോ ഖിൽജി വംശം അവസാനിക്കുകയാണ്. അടുത്തവരാണ് തുഗ്ലക് വംശം കേട്ടോ. എന്താ വംശത്തിന്റെ പേര്? തുഗ്ലക് വംശം. തുഗ്ലക് വംശ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയണം. തുഗ്ലക് വംശം സ്ഥാപിച്ച ആളുടെ പേരെന്താണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്ന വ്യക്തിയാണ് തുഗ്ലക് വംശം സ്ഥാപിക്കണേ. ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ശരിയായ പേര് ഗാസി മാലിക് എന്നാണ്. എന്താണ്? ഗാസി മാലിക്. അതും കൂടെ ഓർക്കുക. ഇനി ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച വംശം അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി വംശങ്ങളിൽ കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത് തുഗ്ലക് വംശമാണ്. 1320 മുതൽ 1414 വരെ ഡൽഹി ഭരിച്ച വംശമാണ് തുഗ്ലക് വംശം. ക്ലിയർ ആയല്ലോ? ഇനി രസത്തിനൊന്നും പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ, ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. കൊട്ടാരത്തിൽ നൃത്തവും പാട്ടും ഒക്കെ നിരോധിച്ച സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് നമ്മൾ പറയാട്ടോ. ഇനി ഗിയാസുദ്ദീൻ തുഗ്ലക് തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന ഒരു നഗരം ഡൽഹിക്ക് സമീപം പണി കഴിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇനി നമുക്ക് തുഗ്ലക്മാരെ പഠിക്കാണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പഠിക്കാണ്ട്. അപ്പൊ ആരാ അത് സ്ഥാപിച്ചെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്
തുഗ്ലക്കാബാദ് നഗരം ഡൽഹിക്ക് സമീപം പണി കഴിപ്പിച്ചത്. ക്ലിയർ ആയോ? ഇനി തുഗ്ലക്ക് നാമ എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് കേട്ടോ. അപ്പൊ അത് രചിച്ചത് അമീർ ഖുസ്രു ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, അമീർ ഖുസ്രു ഏത് വംശത്തിന്റെ കൂടെയും ഉണ്ടായിരുന്നു? തുഗ്ലക് വംശത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആസ്ഥാന കവിയാണ്. അപ്പൊ തുഗ്ലക്ക് നാമ എന്ന് പറയുന്ന കൃതി രചിച്ച പ്രശസ്തനാണ് ആര്? അമീർ ഖുസ്രു ട്ടോ. ഇനി ഈ തുഗ്ലക് വംശത്തിലെ പ്രസിദ്ധനായിട്ടുള്ള രാജാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. തുഗ്ലക് വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പേര് പറയണം. അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ കൊണ്ടും ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടും വളരെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരാളാണ് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്. അതായത് ചരിത്രകാരന്മാർ പല രീതിയിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തെ പ്രശസ്തനായിട്ടുള്ള ചരിത്രകാരൻ വിൻസെന്റ് സ്മിത്ത് വിശേഷിപ്പിച്ചത് ബുദ്ധിമാനായ വിഡ്ഢി എന്നാണ്. അപ്പൊ ബുദ്ധിമാനായ വിഡ്ഢി എന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ച വ്യക്തി വിൻസെന്റ് സ്മിത്ത് ആണ്. ഇനി ലെയ്ൻ പോൾ വിശേഷിപ്പിക്കുകയാണ് വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം. ഇപ്പൊ ചെയ്തതല്ല, കുറച്ച് കഴിയുമ്പോ ചെയ്യണേ. ക്ലിയർ ആയോ? ഇപ്പൊ വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അടുത്തത് എഡ്വേർഡ് തോമസ് എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ചരിത്രകാരൻ പറയാണ്, നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ. അപ്പൊ നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ എഡ്വേർഡ് തോമസും വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം എന്ന ലെയ്ൻ പോളും അതുപോലെ തന്നെ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിൻസെന്റ് സ്മിത്തും കൂടാതെ നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് ഇബിൻ ബത്തൂത്തയും വിശേഷിപ്പിച്ചു. അപ്പൊ നിർഭാഗ്യവാനായ ആദർശവാദി എന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇബിൻ ബത്തൂത്തയാണ്. കൂടാതെ ജൂന ഖാൻ എന്നാണ് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒറിജിനൽ പേര്. അതും കൂടെ ഒന്ന് ഓർക്കുക. ജൂന ഖാൻ, ചില ബുക്കുകളിൽ ജൂന രാജകുമാരൻ എന്നും കാണാറുണ്ട്. അപ്പൊ ജൂന ഖാൻ അഥവാ ജൂന രാജകുമാരൻ എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. തുഗ്ലക് വംശത്തിലെ പ്രസിദ്ധൻ. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും ഭരണപരിഷ്കാരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോരോ പ്രത്യേകതകൾ കൊണ്ടും പല ചരിത്രകാരന്മാരും പല രീതിയിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ലെയ്ൻ പോൾ വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം, ഇബിൻ ബത്തൂത്ത നിർഭാഗ്യവാനായ ആദർശവാദി, എഡ്വേർഡ് തോമസ് നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ, വിൻസെന്റ് സ്മിത്ത് ബുദ്ധിമാനായ വിഡ്ഢി എന്നീ പേരുകളിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അപ്പൊ നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് വിശേഷിപ്പിച്ച ആൾ ആരാന്ന് പറഞ്ഞേ? ഇബിൻ ബത്തൂത്തയാണ്. ഈ ഇബിൻ ബത്തൂത്തയുടെ പ്രത്യേകത എന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ആരാണ്? മൊറോക്കൻ പറഞ്ഞ ആഫ്രിക്കൻ സഞ്ചാരി. അപ്പോ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയുടെ പേരാണ് എന്ത്? മുഹമ്മദ് ബിൻ തുഗ്ലക്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോറി, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത. മൊറോക്കൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത. ഈ ഇബിൻ ബത്തൂത്തയ്ക്ക് വേറെയും പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി, ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരിയും ആരെന്നെയാണ്? ഇബിൻ ബത്തൂത്ത തന്നെയാണ്. ക്ലിയർ ആയോ? അടുത്തത്, ഇബിൻ ബത്തൂത്ത കുറെ പ്രാവശ്യം ഇങ്ങോട്ട് വന്നു. അപ്പൊ യാത്ര ചെയ്യാണ് അല്ലെ? ആ യാത്രയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇബിൻ ബത്തൂത്തയുടെ യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ പേര് സഫർനാമ എന്നാണ്. എന്താണ്? സഫർനാമ. ഈ സഫർനാമയിൽ നിന്നാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് നമുക്ക് വിവരം കിട്ടിയത് കേട്ടാ. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് വിവരം കിട്ടുന്ന ഇബിൻ ബത്തൂത്തയുടെ യാത്രാ വിവരണ ഗ്രന്ഥം സഫർനാമ. കേരളം 6 തവണ സന്ദർശിച്ച അല്ലെങ്കിൽ ധാരാളം തവണ സന്ദർശിച്ച വിദേശ സഞ്ചാരി അല്ലെങ്കിൽ മൊറോക്കൻ സഞ്ചാരി അല്ലെങ്കിൽ ആഫ്രിക്കൻ സഞ്ചാരി ഇബിൻ ബത്തൂത്ത. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആഫ്രിക്കൻ സഞ്ചാരി ആരാണ്? ഇബിൻ ബത്തൂത്ത. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചതും ഇബിൻ ബത്തൂത്ത. ക്ലിയർ ആയല്ലോ? അടുത്തത്, ഈ ഇബിൻ ബത്തൂത്ത ഭരണകാലത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരണകാലത്ത് കുറെ അധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം കൃഷി വകുപ്പ് ആരംഭിക്കുകയാണ്. അതായത് കൃഷിവകുപ്പ് ആരംഭിക്കാൻ കാരണം ഉണ്ടാകും നമ്മൾക്ക് പറയാം. ഇദ്ദേഹത്തിന്റെ കാലത്ത് ഭയങ്കര ക്ഷാമം ഉണ്ടാവുകയാണ്. അപ്പൊ ആ ക്ഷാമത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്? കൃഷി വകുപ്പ് ആരംഭിക്കുന്നത്. ഈ കൃഷി വകുപ്പിന്റെ പേരെന്ത് എന്ന് SCERT ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ട്. ദിവാൻ
ഇ കോഹി. എന്താണ്? ദിവാൻ ഇ കോഹി എന്നാണ് ഇബിൻ ബത്തൂത്ത തുടങ്ങിയ കൃഷി ഡിപ്പാർട്ട്മെന്റിന് SCERT ബുക്കുകളിൽ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ സുൽത്താൻ ഭരണകാലത്തെ കൃഷി വകുപ്പ് ആരംഭിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ആ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ എന്താ പറയുന്നത്, കൃഷി വകുപ്പിന്റെ പേര് ദിവാൻ ഇ കോഹി എന്നാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് ടോക്കൺ കറൻസി ആരംഭിച്ചത്. ടോക്കൺ കറൻസി സംവിധാനം ആരംഭിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ടോക്കൺ കറൻസി സമ്പ്രദായം ആരംഭിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇദ്ദേഹത്തിനെ നമ്മൾ വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം, അതുപോലെ തന്നെ നിർഭാഗ്യവാനായ ആദർശവാദി എന്നൊക്കെ വിളിച്ചില്ലേ? അതിന് കാരണം ഇദ്ദേഹം തോന്നുകയാണ് ഡൽഹി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം കേട്ടോ. ഡൽഹിയിൽ നിന്ന് ദേവഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം തലസ്ഥാനം മാറ്റാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. ഈ മാറ്റാൻ തീരുമാനിച്ച സമയത്തിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? ഭയങ്കര വേനൽക്കാലത്താണ് ഇദ്ദേഹം മാറ്റാൻ തീരുമാനിക്കണം. അപ്പൊ ഇങ്ങേരുടെ ഒപ്പം തന്നെ ആരും കൂടെ പോവാണ്? എല്ലാ പ്രജകളും, അതായത് പക്ഷി മൃഗാദികളെ ഒക്കെ കൊണ്ടുപോവാണ്. അങ്ങനെ പോണ വഴിക്ക് ഈ എന്താ പറയണത്, വേനൽക്കാലത്തിന്റെ ആ ചൂട് കാരണം ധാരാളം മനുഷ്യരും മൃഗങ്ങളും ഒക്കെ മരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആൾക്ക് തോന്നുകയാണെ, ഓ ഇവിടെ അല്ല നല്ലത്, കുറച്ചും കൂടെ നല്ല സ്ഥലം ഏത് തന്നെയായിരുന്നു? ഡൽഹി തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ ദേവഗിരിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ചെയ്തു. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തെ വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം എന്നും അതുപോലെ ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ ഇദ്ദേഹത്തെ വിളിച്ചത് ചരിത്രകാരന്മാരും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റി എന്ന് പറഞ്ഞില്ലേ? ഈ ദേവഗിരിക്ക് വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു, ദൗലത്താബാദ്. അപ്പൊ ദേവഗിരി എന്ന് പറഞ്ഞാലും ദൗലത്താബാദ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോയി ആൾക്കാർ കുറെ മരിച്ചു, കുറെ ടോക്കൺ കറൻസി ഇറക്കി, ടോക്കൺ കറൻസി ഇറക്കി, കുറെ ടോക്കൺ, അതായത് പണപ്പെരുപ്പം പോലുള്ള പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായി. പിന്നെ എന്താണ്, ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ആ ക്ഷാമത്തിന്റെ പരിണിത ഫലമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? കൃഷി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ആ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ SCERT ബുക്കുകളിൽ കൊടുത്താണ് പേരെന്താന്ന് നമ്മൾ പറഞ്ഞേ? ദിവാൻ ഇ കോഹി. ദിവാൻ ഇ കോഹി എന്നാണ് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം എന്താ പറയുന്നത്, സുൽത്താന്റെ സാമ്രാജ്യം വളരെ വിശാലമായിട്ടുള്ള കാലം, അതായത് ഡൽഹി സുൽത്താനേറ്റ് ഏറ്റവും വിശാലമായിട്ടുള്ള കാലം ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലമായിരുന്നു. അത്രയും മാത്രം വിശാലമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഈ രാജ്യം സ്വന്തമായിട്ട് ഒരുമിച്ച് നേരിട്ട്, എപ്പോഴും സുൽത്താൻ ഭരണത്തിൽ കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ്, സുൽത്താൻമാർക്കാണ് ഫുൾ അധികാരങ്ങൾ ഉള്ളത്. പക്ഷെ ഒരുമിച്ച് അങ്ങോട്ട് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പറ്റാണ്ട് വന്നപ്പോ രാജ്യത്തെ ഭരണ സൗകര്യത്തിനായിട്ട് അദ്ദേഹം പ്രവിശ്യകളായിട്ട് തിരിച്ചു. പ്രവിശ്യ, ഇപ്പൊ നമുക്കറിയില്ലേ, ഇന്ത്യ കുറെ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിൽ തന്നെ ജില്ലകളുണ്ട്, പിന്നെ നമ്മൾ താലൂക്കുകള്, പഞ്ചായത്തുകൾ, അങ്ങനെ തിരിച്ച പോലെ ഇദ്ദേഹത്തെ എന്താ ചെയ്തത്? ഇദ്ദേഹം രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി പ്രവിശ്യകളായിട്ട് തിരിച്ചു. അപ്പൊ അന്ന് സുൽത്താൻ ഭരണകാലത്ത് 23 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു എന്നാ പറയണ. അതിലെ 23ാമത്തെ പ്രവിശ്യയാണ് ദേവഗിരി അല്ലെങ്കിൽ ദൗലത്താബാദ്. ക്ലിയർ ആയോ? അപ്പൊ 23ാമത്തെ പ്രവിശ്യയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദേവഗിരി അല്ലെങ്കിൽ ദൗലത്താബാദ് കേട്ടോ. അപ്പൊ നമ്മൾ പ്രവിശ്യകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, SCERT ബുക്കുകളിൽ ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എന്താ പറയാ, സുൽത്താൻ ഭരണകാലത്ത് കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ, സുൽത്താൻമാര് ഭരണകാലത്ത് കുറച്ച് ഈ പ്രവിശ്യകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭരണം കേന്ദ്രീകൃത ഭരണമാണ്, രാജാവിന്റെ കയ്യിലാണ് അല്ലെങ്കിൽ സുൽത്താന്റെ കയ്യിലാണ് പൂർണ്ണമായിട്ടും നിയന്ത്രണമെങ്കിലും എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ വിദേശ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ, വിദേശത്തേക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളും, കത്തിയിടപാടുകൾ ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ദിവാൻ ഇ ഇൻഷ എന്നായിരുന്നു. ദിവാൻ ഇ ഇൻഷ സുൽത്താൻ ഭരണകാലത്തെ വിദേശ കത്തിടപാടുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ പേര് ദിവാൻ ഇ അൻഷ. ദിവാൻ ഇ അൻഷ. എങ്ങനെയൊക്കെയാണെങ്കിലും കേന്ദ്രീകൃത ഭരണമാണ്, ഭരണം മുഴുവൻ സുൽത്താന്റെ കയ്യിലാണ്. ഇനി അടുത്തത് ധനകാര്യമന്ത്രി ഉണ്ട് ഇദ്ദേഹത്തിന്. അതായത് സുൽത്താൻമാർക്ക് ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനെ വസീർ എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് വസീർ? ധനകാര്യ കാര്യങ്ങൾ, ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ വസീർ ആണ്. സൈനിക കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ഉദ്യോഗസ്ഥനെ മമാലിക് എന്നാ വിളിച്ചിരുന്നത്. സൈനിക കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നവരെ എന്ത് വിളിച്ചിരുന്നു? മമാലിക് എന്ന് വിളിച്ചു. ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ പഠിക്കാനും വേണം, SCERT ബുക്കുകളിലുള്ളതാണ്.
തുഗ്ലക്കാണ് കേട്ടോ. ഇനി അടുത്തത് മതപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ നീതി നിർവഹണ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് മുഖ്യ സദർ എന്ന് പറയുന്ന ആൾ. അപ്പൊ മുഖ്യ സദർ നീതി നിർവഹണം, ലോ ആൻഡ് ഓർഡർ മുഖ്യ സദർ. സൈനിക വ്യവസ്ഥ അല്ലെങ്കിൽ സൈനിക കാര്യങ്ങൾ മമാലിക്. ഫിനാൻസ് ആരാണ്? വസീറാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് ആരാണ്? ദിവാനി അൻഷയാണ്. ഭരണം കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ്. ഇനി അടുത്തത് പ്രവിശ്യ. നമ്മൾ പറഞ്ഞു, അതായത് രാജ്യത്തെ കുറെ പ്രവിശ്യകളായിട്ട് 23 പ്രവിശ്യകളായിട്ട് തിരിച്ചു. 23ാമത്തെ പ്രവിശ്യയാണ് ദൗലത്താബാദ് അല്ലെങ്കിൽ ദേവഗിരി എന്ന് പറഞ്ഞു. ഈ പ്രവിശ്യകളിലെ കാര്യങ്ങൾ നോക്കാനുള്ള ഉദ്യോഗസ്ഥൻ മുക്തി എന്നാണ് വിളിക്കുന്നത്. പ്രവിശ്യകളിലെ കാര്യങ്ങൾ നടത്തിയിരുന്ന ഉദ്യോഗസ്ഥനെ മുക്തി എന്നും വേറൊരു പേരുണ്ട് വാലി എന്നും പറയുന്നുണ്ട് അവര് ബുക്കില്. മുക്തി എന്നും വാലി എന്നും രണ്ട് പേരുണ്ട്. പ്രവിശ്യകളെ വീണ്ടും തിരിക്കുകയാണ്. പ്രവിശ്യകളെ തിരിച്ച് പർഗാനകളാക്കി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജില്ലകളെ നമ്മൾ തിരിക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ തിരിച്ച് ജില്ലകളാക്കി, ജില്ലകളെ താലൂക്കും പഞ്ചായത്തും ഒക്കെ ആക്കിയ പോലെ ഇവിടെ എന്താ പ്രവിശ്യകളെ തിരിച്ച് പർഗാനയാക്കി. പർഗാനയ്ക്ക് ഒരു ഹെഡിനെ കൊടുത്തു, അമീൽ എന്നാണ് ഹെഡിന്റെ പേര്. അപ്പോ പ്രവിശ്യയുടെ ഹെഡ് മുക്തി അല്ലെങ്കിൽ വാലി, പർഗാനയുടെ ഹെഡ് ആരാണ്? അമീല്. ഇനി പർഗാനകളെ ഗ്രാമങ്ങളാക്കി. അപ്പൊ ഏറ്റവും ചെറിയ ഘടകം സുൽത്താൻ ഭരണകാലത്ത് ഏതായിരുന്നു? ഗ്രാമം, അല്ലെ? ഇനി ഗ്രാമത്തിന്റെ ഭരണം നടത്തിയിരുന്നത് മുക്കടം. ആരാണ്? മുക്കടം. ഗ്രാമത്തിന്റെ ഭരണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ മുക്കടം. ഗ്രാമത്തിന്റെ മുകളില് പർഗാന. പർഗാനയുടെ ഭരണം നടത്തിയിരുന്നു അമീൽ. ഇനി പർഗാനകൾ കൂടുമ്പോൾ എന്തായി മാറുന്നു? പ്രവിശ്യകൾ. പ്രവിശ്യകളുടെ ഭരണം മുക്തി അല്ലെങ്കിൽ വാലി. ഇനി അടുത്ത നമ്മൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, മൊത്തം രാജ്യത്തിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യ സദർ നോക്കി. സൈനിക കാര്യങ്ങൾ നോക്കിയത് ഉദ്യോഗസ്ഥൻ മമാലിക്കാണ്. ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് വസീറാണ്. കേന്ദ്രീകൃത ഭരണമാണ്. സുൽത്താന്റെ കയ്യിലാണ് എല്ലാം അധികാരം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് കൈകാര്യം ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റ് ദിവാൻ ഇ ആരാണ്? ദിവാനി ഇൻഷ എന്നാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഞാൻ എന്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, SCERT ബുക്കുകളിലുള്ള പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ SCERT ബുക്കുകളിൽ അപ്പൊ ഇനി നിങ്ങൾ വേറെ പഠിക്കണ്ട, അതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഇതില് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ ഓർക്കണം. ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക്, ദൗലത്താബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു, ടോക്കൺ കറൻസി കൊണ്ടുവന്നു, നാണയപ്പെരുപ്പുണ്ടായി. അതുകൊണ്ടൊക്കെയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളുടെ മിശ്രിതമുള്ള പേരൊക്കെ ഇടാൻ കാരണം. അപ്പോ ഈ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ടോക്കൺ കറൻസി കൊണ്ടുവന്നത് ആരാണ്? നമുക്ക് വേൾഡ് ഹിസ്റ്ററി പഠിക്കാണ്ട്, അപ്പൊ നമ്മളത് പഠിക്കും. ആരാണ്? കുംബ്ലെ ഖാൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ആരാണ്? കുംബ്ലെ ഖാൻ ആണ് വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ടോക്കൺ കറൻസി കൊണ്ടുവന്നത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ ഫിറോസ് ഷാ തുഗ്ലക്കിലേക്ക് പോവാണ്. ഏറ്റവും എന്താ പറയുന്നത്, കൂടുതൽ കാലം ഭരിച്ച വംശമാണ് തുഗ്ലക് വംശം. അപ്പൊ കുറച്ച് ഒന്ന് രണ്ട് നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുണ്ട്, എന്താ പറയാ, ഭരണാധികാരികളെ കുറിച്ച് പഠിക്കാനുണ്ട്. ആള് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്കുമായിട്ട് ബന്ധപ്പെട്ട് PSCക്ക് ഇഷ്ടമുള്ള ചോദ്യം എന്താണെന്നറിയോ? ജസിയ എന്ന നികുതി നടപ്പിലാക്കിയത് ആര്? ജസിയ നികുതി നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആര്? ഫിറോസ് ഷാ തുഗ്ലക്. എന്താണ് ജസിയ? അതായത് മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാര് ഈ സുൽത്താൻമാരുടെ ഭരണകാലത്ത് അവരുടെ രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത ആരൊക്കെ ഉണ്ടോ അവര് കൊടുക്കേണ്ട നികുതിക്ക് വിളിക്കുന്ന പേരാണ് ജസിയ. അപ്പൊ ചില ബുക്കുകളിൽ ഹിന്ദുക്കൾ നൽകിയിരുന്ന മതനികുതി എന്നും പറയുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊടുത്തിരുന്നതെന്നാണ് സാധാരണ രീതിയിൽ മുമ്പൊക്കെ നമ്മളോട് PSCക്ക് ചോദിക്കാറ്. ഇപ്പൊ ബുക്കുകളില് SCERT ബുക്കുകളിൽ ഇങ്ങനെയും കാണാണ്ട് ഹിന്ദുക്കൾക്ക് പ്രത്യേകം ഏർപ്പെടുത്തിയിരുന്ന മതനികുതി. ഇതെന്താണ്? ജസിയാണ്. അത് മനസ്സിലാക്കുക. രണ്ട് രീതിയിൽ വന്നാലും നിങ്ങൾ അതിന് ആൻസർ എഴുതുക. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ജസിയ നടപ്പിലാക്കിയത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക് ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ജസിയ നടപ്പിലാക്കിയത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഇനി നമുക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക് ഒരു കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തുടങ്ങി ക്ഷാമം വന്നപ്പോ. അപ്പൊ കൃഷി വേണമെങ്കിൽ, കൃഷി ഭംഗിയായിട്ട് പോണെങ്കിൽ ജലസേചനം വേണം. അപ്പൊ അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് നമ്മളോട് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഇന്ത്യയില് അല്ലെങ്കിൽ ഡൽഹിയില് ജലസേചന പദ്ധതിക്ക് തുടക്കം കുറിച്ച സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ധാരാളം കനാലുകളൊക്കെ പണിതു. ഈ ജമുന കനാലൊക്കെ പണിത തുഗ്ലക് ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്. കനാലിൽ കൂടി ഗതാഗതവും ഇദ്ദേഹം തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ കനാലുകൾ പണി കഴിപ്പിച്ചു, ജലസേചന പദ്ധതിക്ക് തുടക്കം കുറിച്ചു, ജമുന കനാല് പണിതു, കനാലുകൾ കൂടി ഗതാഗതം ആരംഭിച്ചു ഒക്കെ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ജസിയ എന്ന് പറയുന്ന നികുതി കൊണ്ടുവന്നതും ആരെന്നെയാണ്? ഫിറോസ് ഷാ തുഗ്ലക് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത്
നമ്മുടെ ഈ ഫിറോസ് ഷാ തുഗ്ലക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്ക് സയ്യിദ് വംശമാണ്. അപ്പൊ അതിനു മുന്നേ ഈ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്ത്, ഫിറോസ് ഷാ തുഗ്ലക്ക് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സെക്കൻഡ് വരികയാണ്. അപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലശേഷം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സെക്കൻഡിന്റെ കാലത്ത് 1398, ഇതുപോലത്തെ ഒരു വർഷം നമുക്ക് ഓർമ്മയുണ്ട്, 1498 അല്ലെ? ആരാണ്? വാസ്കോ ഡ ഗാമ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ 1398 സമർഗഡ് എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവായ തിമൂർ എന്ന് പറയുന്ന ഭരണാധികാരി ഇന്ത്യ ആക്രമിച്ചു. അപ്പൊ തിമൂർ ഇന്ത്യ ആക്രമിച്ചത് എന്ന് 1398 PSC ചോദ്യമാണ്. ഈ സമർഗഡ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ സമർഗഡ് ഇപ്പൊ അറിയപ്പെടുന്നത് ഉസ്ബെക്കിസ്ഥാൻ എന്നാണ് കേട്ടോ. അപ്പൊ പണ്ട് കാലത്തെ സമർഗഡ് എന്ന് പറയുന്ന പ്രദേശം ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടത്തെ ഭരണാധികാരിയായിരുന്ന തിമൂർ ഇന്ത്യ ആക്രമിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ ബുക്കുകളിൽ അത് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഫസ്റ്റ് അദ്ദേഹത്തെയാണ് അറിയാം കേട്ടോ. ഇനി അടുത്ത വംശം സയ്യിദ് വംശമാണ്. സയ്യിദ് വംശത്തെ കുറിച്ച് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. സയ്യിദ് വംശം നമ്മൾ 1414 തൊട്ട് 1451 വരെയാണ് ഭരിച്ചിരുന്നത് കേട്ടോ. അപ്പോ സയ്യിദ് വംശം സ്ഥാപിച്ചത് കിസർഖാൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് സ്ഥാപിച്ചത്. ആരാണ്? കിസർഖാൻ. ഇവരുടെ ഒരു പ്രത്യേകത, ഞാൻ ഈ ഡൽഹി സുൽത്താനേറ്റ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോ പറഞ്ഞു, സുൽത്താൻ ടൈറ്റിൽ വെക്കാണ്ട് ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികൾ സയ്യിദ് വംശത്തിലുള്ളവരാണ്. അപ്പൊ ഇവരുടെ പേരിന്റെ അവസാനം വാലില്ല. ഏത് വാല്? സുൽത്താൻ എന്ന് പറയുന്ന വാല്. അപ്പോ സുൽത്താൻ ടൈറ്റിൽ ഫോളോ ചെയ്യാതെ ഭരണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ ഭരണം നടത്തിയ വംശമാണ് സയ്യിദ് വംശം എന്ന് പറയുന്നത്. സയ്യിദ് വംശ സ്ഥാപകൻ കിസർഖാനാണ്. സയ്യിദ് വംശത്തിന്റെ ഭരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ചരിത്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? താരിഖ് ഇ ഫിറോസ് ഷാഹി. എന്താണ്? താരിഖ് ഇ ഫിറോസ് ഷാഹി ട്ടോ. അപ്പൊ സയ്യിദ് വംശത്തിന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന കൃതി താരിഖ് ഇ ഫിറോസ് ഷാഹി. എഴുതിയത് ആരാണ്? സിയാവുദ്ദീൻ ബറാനി. 1414 തൊട്ട് 1451 വരെ ഡൽഹിയിലെ സയ്യിദ് വംശം എന്ന് പറയുന്ന ഒരു വംശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ്. ഇതിലെ ചരിത്രം എന്തിനെ കുറിച്ച് പറയുന്നു? സയ്യിദ് വംശത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുന്നു. ഇത് എഴുതിയത് സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് സയ്യിദ് വംശം. അത്രയേ ഉള്ളൂ ട്ടോ. അടുത്ത വംശം ലോധി വംശമാണ്. 1451 മുതൽ 1526 വരെ ഇന്ത്യ ഭരിച്ച വംശം അല്ലെങ്കിൽ ഡൽഹി ഭരിച്ച വംശം ലോധി വംശം. 1451 മുതൽ 1526 വരെ ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശം അല്ലെങ്കിൽ പത്താൻ വംശം. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശം അല്ലെങ്കിൽ പത്താൻ വംശം എന്ന് പറയുന്നതും ലോധി വംശമാണ്. ഈ ലോധി വംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബാഹുലൽ ലോധിയാണ്. ആരാണ്? ബാഹുലൽ ലോധി എന്ന് പറയുന്ന വ്യക്തിയാണ് ലോധി വംശം സ്ഥാപിക്കുന്നത്. എന്നാൽ ലോധി വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി സിക്കന്ദർ ലോധിയാണ്. ആരാ? സിക്കന്ദർ ലോധി. ലോധി വംശത്തിലെ പ്രശസ്തൻ സിക്കന്ദർ ലോധി. ഇനി നമ്മളോട് PSC ചോദിച്ചിട്ടുണ്ട്, ആരാണ് ആഗ്ര പട്ടണം നിർമ്മിച്ചതെന്ന്. അപ്പൊ ആഗ്ര പട്ടണത്തിന്റെ ശില്പി ആരാ? സിക്കന്ദർ ലോധി. അപ്പൊ ആഗ്ര പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സിക്കന്ദർ ലോധിയാണ്. ഡൽഹിയില് ലോധി ഗാർഡൻ നിർമ്മിച്ച ഭരണാധികാരിയും സിക്കന്ദർ ലോധിയാണ്. ഡൽഹിയിൽ ലോധി ഗാർഡൻ നിർമ്മിച്ചു സിക്കന്ദർ ലോധി. ആഗ്ര പട്ടണത്തിന്റെ ശില്പിയാണ് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധിയാണ് ഡൽഹി ലോധി വംശത്തിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റുന്നത്. അപ്പോ ലോധി വംശത്തിന്റെ തലസ്ഥാനം ഏതാണ്? അപ്പൊ ആഗ്രയാണ്. അത്രയും നാളും നമ്മളിപ്പോ ഡൽഹിയിൽ നിന്ന് ദൗലതാബാദിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ കൊണ്ടുവന്നു അല്ലെ? അപ്പോ ഡൽഹി ആയിരുന്നു മെയിൻ ആയിട്ടും ഡൽഹി സുൽത്താൻമാരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ. അപ്പൊ ഡൽഹിയിൽ നിന്ന് ആഗ്രയ്ക്ക് ആരാ മാറിയേ? സിക്കന്ദർ ലോധി മാറ്റി. ഇനി സിക്കന്ദർ ലോധിക്ക് ഒരു തൂലികാ നാമം ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ തൂലികാ നാമത്തിന്റെ പേരറിയോ നിങ്ങൾക്ക്? ഗുൽറുഗി. എന്താണ്? ഗുൽറുഗി. അപ്പൊ ഗുൽറുഗി എന്ന തൂലികാ നാമത്തിൽ പേർഷ്യൻ കൃതികൾ രചിച്ചിരുന്ന ലോധി വംശ ഭരണാധികാരി കൂടിയാണ് സിക്കന്ദർ ലോധി. അപ്പൊ അദ്ദേഹം അത്യാവശ്യം എഴുത്തും വായനയും എഴുത്തിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാം. അയ്യോ, അപ്പൊ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, എഴുത്തിനോട് ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം എന്താ പറയുന്നത്, ഞാൻ വിട്ടുപോയതാണ്. അത് നമ്മളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. നമ്മൾ അലാവുദ്ദീൻ ഖിൽജി ഉണ്ടല്ലോ, ഈ അലാവുദ്ദീൻ ഖിൽജിയെ ചരിത്രകാരനായിട്ടുള്ള ബർണി വിശേഷിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയോ? വിദ്യയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത
ബന്ധവുമില്ലാത്ത ആള്, വിദ്യയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആള് എന്ന് അലാവുദ്ദീൻ ഖിൽജിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ ബർണി. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തല്ലേ? കമ്പോള നിയന്ത്രണം, വില നിയന്ത്രണം, സൈനിക അല്ലെ, സ്റ്റാൻഡിംഗ് ആർമി, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത്രയധികം വിദ്യാഭ്യാസം ഉണ്ടായില്ല. അപ്പൊ വിദ്യയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളെന്ന് അലാവുദ്ദീൻ ഖിൽജിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ ബർണിയാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞ, ലോധിയെ കുറിച്ച് എന്താ പറഞ്ഞ? സിക്കന്ദർ ലോധി അത്യാവശ്യം നല്ല കഴിവൊക്കെയുള്ള ആളായിരുന്നു. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ കൃതികൾ എഴുതിയിരുന്നത് ഗുൽ റുഗി എന്ന തൂലികാ നാമത്തിലാണ്. ക്ലിയർ ആയോ? ഇനി ലോധി വംശത്തില് വേറൊരു ലോധി, അതായത് അടുത്തൊരു ലോധി, സിക്കന്ദർ ലോധി കഴിഞ്ഞിട്ട് ദൗലത്ത് ഖാൻ എന്ന് പറഞ്ഞൊരു ലോധി ഉണ്ടായിരുന്നു. ഈ ദൗലത്ത് ഖാൻ ലോധി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ ആണ് നമ്മൾ പഠിക്കൂനി. മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോ ആ ബാബർ വല്ലയിടത്തും കിടന്നിരുന്ന ആളാണ്. ആ ബാബറിനെ എവിടേക്ക് ക്ഷണിച്ചു വരുത്തി? ഡൽഹിയിലേക്ക് ക്ഷണിച്ചു വരുത്താണ്. അപ്പൊ ബാബറെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ഭരണാധികാരി ആരാണ്? ലോധി ഭരണാധികാരി ആരാണെന്നാ പറയണേ? ദൗലത്ത് ഖാൻ ലോധിയാണ്. ദൗലത്ത് ഖാൻ ലോധിക്ക് ശേഷം പിന്നെ അധികാരത്തിൽ വന്ന് ഇബ്രാഹിം ലോധിയാണ്. അപ്പൊ ബാബർ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ ബാബറിന് ഇഷ്ടമായി ഡൽഹിയൊക്കെ. അപ്പൊ ബാബർ എന്താ ചെയ്തത്? ബാബർ 1526 ഇബ്രാഹിം ലോധിയായിട്ട് ഒരു യുദ്ധം നടത്തിയ. ആ യുദ്ധത്തിന്റെ പേര് പാനിപ്പറ്റ് യുദ്ധം എന്നാണ്. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം. PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത് 1526. ആരൊക്കെ തമ്മില്? ബാബറും ഇബ്രാഹിം ലോധിയും. അതോടുകൂടി ബാബർ എന്താ അവസാനിപ്പിച്ചു? ലോധി വംശം അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് അവസാനിപ്പിച്ച് ബാബർ ലോധിയെ തോൽപ്പിച്ച് എന്ത് വംശം സ്ഥാപിക്കുകയാണ്? മുഗൾ വംശം അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയാണ്. ഇതോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് കഴിയുകയാണ് കേട്ടോ. ഇഷ്ടമാവുന്നുണ്ടോ ക്ലാസ്? നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ, അവരും പഠിക്കട്ടെ. ഇനി ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണ്, എന്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.